നമസ്കാരം. റഷ്യൻ കൂലിപ്പട്ടാളക്കാരനായി കൊണ്ടുപോയിരുന്ന ഡേവിഡിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് ഡേവിഡിന്റെ ബന്ധു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഡേവിഡിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കേൾക്കുന്നത് റഷ്യൻ കൂലിപ്പട്ടാളമാകാൻ വേണ്ടിയാണ് ഏജൻസി കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഈ വിവരം എപ്പോഴാണ് പുറത്തു വരുന്നത്? ഇത് അവൻ അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് സംഭവം പുറത്തു വരുന്നത്. പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് ഇവന് വിദേശത്ത് പോയി എന്നുള്ള ഇതാണ് ആദ്യം അറിഞ്ഞത്. അപ്പോൾ ഏജൻസി എന്ത് ജോലിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞുള്ള വിവരം പറഞ്ഞില്ലായിരുന്നു. അപ്പം മോൻ പോയി 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവന് കാലിൽ വെടിയുണ്ടേറ്റതും അവന് പരിക്ക് പറ്റിയതും ഇവൻ ഒളിവിൽ കഴിയണതും അവിടെ നിന്ന് അവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയ സ്ഥലത്തിൽ നിന്ന് ഇവൻ ചാടി രക്ഷപ്പെട്ടെന്നും പിന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ യുദ്ധമുഖത്ത് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊച്ച് വീട്ടിൽ അമ്മയോട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ വാർത്തകളിലൊക്കെ പറഞ്ഞ് മീഡിയയിൽ പറഞ്ഞ് വാർത്തയായി. പിന്നെ ഇവനെങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇവനെങ്ങനെ രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ വന്നതിന് ശേഷം ആ ഏജൻസിനെ കൊച്ച് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പൈസ തിരിച്ചു നൽകാം, അതിന് ഇൻട്രസ്റ്റോടെ നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇവനെ പറ്റിച്ച് ഇവന് കാശ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവസാനം അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റോടെ തരാം, പൈസ അങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചെന്നാണ് ഇപ്പോൾ അവരച്ഛനിൽ നിന്നുള്ള കിട്ടിയ മൊഴി. അതാണ് അറിയപ്പെടുന്നത് ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ മാനസികമായിട്ടുള്ള കുറച്ച് കടങ്ങളുണ്ട്. ഒരു 5-6 ലക്ഷത്തിൻ്റെ കടമുണ്ട്. സ്വന്തമായിട്ട് വീടില്ല. ഇപ്പോൾ താമസിച്ചിരിക്കുന്ന വീടും ഒരു ഇതാണ്, വാടക വീടാണ്, സ്വന്തം വീടല്ല. അപ്പം എത്ര രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്? ഏകദേശം ഒരു 4 ലക്ഷത്തോളം അന്ന് കൊടുത്തിരുന്നു. പിന്നെ അതെല്ലാം കൂടെ ഇപ്പോൾ പുറത്തുനിന്ന് മറിച്ച പൈസയാണ് കംപ്ലീറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ നോക്കുമ്പം അതിനേക്കാളും കൂടുതൽ വരാനാണ് സാധ്യത. വീടിൻ്റെ സാഹചര്യം അച്ഛൻ കടൽപ്പണിയാണ്. ഒരു അനിയനും ഒരു അനിയത്തിയും, രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ടില്ല. അവന് സാമ്പത്തിക അവനെ ഇതായതുകൊണ്ടാണ് അവന് വീടിന് നോക്കണം, വീട്ടിൽ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിലാണ് അവൻ പുറത്തു പോയത്. ഇവിടെ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? ഇവിടെ +2 കഴിഞ്ഞിട്ട് പല പണിക്കും പോകുമായിരുന്നു. അവൻ പെയിൻ്റ് അടിക്കാൻ പോകും, ഫുഡ് ഡെലിവറിക്ക് പോകും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ കണ്ട് ആരാണ്ട് കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഇവന് ഈ ഓൺലൈനിൽ ഇവന് കിട്ടിയത്. എന്നിട്ട് അവരോട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഡൽഹി ഏജൻസി എന്നാണ് പറയുന്നത്. പക്ഷേ അവരെ കോൺടാക്ട് നമ്പർ അങ്ങോട്ട് മൊബൈലിലുണ്ട്. ഇന്നലെ മരിക്കുന്ന സമയത്ത് മൊബൈലൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടൊക്കെ നമ്പർ കാണും. അത് പോലീസെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള മറുപടി ഇത് ക്ലിയർ ചെയ്യുന്നു. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നോ? ഇല്ല, പോലീസ് കറക്റ്റ് ഇൻക്വസ്റ്റ് എല്ലാം അവർ കംപ്ലീറ്റ് കൊണ്ടുവന്നുള്ളൂ. അല്ലാതെ ഇത് ചോദിച്ച് വീട്ടിലെ അച്ഛനമ്മയും പറഞ്ഞതിൻ്റെ അത് ആ രീതിക്ക് അവർ നോക്കി, അതേ ഉള്ളൂ. അല്ലാതെ ഇത് പിന്നെ മെഡിക്കൽ ആയി വന്നതിന് ശേഷം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് പുള്ളിക്കാരൻ ചെയ്തതെന്ന്, സൂയിസൈഡിന് എന്താണ് കാരണം. മൊബൈൽ കംപ്ലീറ്റ് ട്രേസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആരുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ പൈസ തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ കിട്ടുന്നില്ല, അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏജൻസി പറ്റിച്ചു പിന്നെ ലാസ്റ്റിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത കൂടി എന്നെ കൊണ്ട് പിന്നെ ഇത് എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളൊരു ആ പക്വതയും അത്ര എത്തിയിട്ടില്ല. 10-23 വയസ്സേ ഉള്ളൂ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ട് കേട്ടില്ല. ആ പൈസ ഞാൻ വാങ്ങിക്കും എങ്ങനെയെങ്കിലും, എനിക്ക് അതിൻ്റെ ഇത് ബുദ്ധിമുട്ടുണ്ട്, ആ കാശ് വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മോൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാത്തതിൻ്റെ ഒരു അഘാതമാണ് ഇപ്പം അവന് പ്രതിഷേധം കാണിച്ചവൻ കംപ്ലീറ്റ് ചെയ്തത്. ഈ സുഹൃത്തുക്കളുമായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഈ ഇങ്ങനെ ഒരു ഏജൻസി വഴി ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുമായിട്ടോ? അല്ലെങ്കിൽ അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ ഇപ്പം സ്റ്റാർട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാം ബന്ധുക്കളെല്ലാം കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയി കൊച്ച് ഏത് രാജ്യത്തുനിന്ന് പോലും അറിയില്ല, നമുക്ക് ഗൾഫിലെന്നാണ് വിചാരിച്ചത്. അപ്പം പിന്നെയാണ് ഇവന് യുദ്ധമുഖത്ത് ഉണ്ടെന്ന് ഇവന് കാലിതായപ്പോഴാണ് അറിയുന്നത് റഷ്യൻ കൂലി പട്ടാളത്തിലാണ് കൊണ്ടുപോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി വരെ പറ്റിച്ചതാണ് കംപ്ലീറ്റ് ഈ കൊണ്ടുപോയി പിള്ളേരെ. ഇവർക്ക് മാറി പരിചയമില്ല. ഈ പിള്ളേർ പല സ്ഥലത്തു നിന്ന് പോയിട്ടാണ് ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ ചോദിച്ച കാശ് കൊടുത്തിട്ട് പോയത്. അല്ല, ഞാൻ ചോദിക്കാൻ ഇവനെ കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ. പിന്നെ വരുമ്പോൾ എന്തെങ്കിലും പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നെയ്യാറ്റിൻകര കണ്ട് എന്തോ ഡെലിവറിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റിൽ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇവനെ കിട്ടിയിട്ടില്ല ഡയറക്റ്റ് വന്നതിന് ശേഷം. ഇപ്പോൾ 8-9 മാസമായെന്നുള്ളത്. അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ മകന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്? അതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാമായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു പ്രാവശ്യം ഫോണിൽ കൂടെ വേറൊരു പ്രാവശ്യമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ ആ ഏജൻസിയായിട്ട് ഇപ്പോഴും മോൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരൊറ്റ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. മരിച്ചതിന് ശേഷമാണ് അറിയണത് അവരുമായിട്ട് പൈസ ചോദിച്ചു. അവർ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം,
ആദ്യം തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞു, പിന്നെ നെയ്യാറ്റിൻകര വരുമെന്ന് പറഞ്ഞു. നെയ്യാറ്റിൻകര വന്നിട്ട് എവിടെ എന്തായെന്ന് എടുത്തില്ല. പൈസ കിട്ടിയില്ല അമ്മ, ഞാനിനി ജീവിച്ചിട്ടിരുന്നത് കാര്യമില്ല, ഞാൻ പല പ്രതീക്ഷയിലുമാണ് പുറത്തു പോയതെന്ന് പറഞ്ഞിട്ടാണ് മോൻ ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മ പറയുന്നത്. ഇത്രയും അമ്മയടുത്ത് മാത്രമേ സംസാരിച്ചുള്ളൂ, അച്ഛന് പോലും അറിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു ഫോൺ കോൺടാക്ട് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫായി. പിന്നെ അന്ന് രാത്രിയായിപ്പോയി, ഏകദേശം 10-11 മണിയായിപ്പോയി. ഇപ്പോൾ എവിടെ പോയി തിരക്കുമെന്ന് പറഞ്ഞ് ഏത് ലോഡ്ജിലാണെന്നോ എവിടെയാണെന്നോ നെയ്യാറ്റിൻകരയെന്ന് പറഞ്ഞു, അതേ ഉള്ളൂ. പിറ്റേ ദിവസം പറഞ്ഞാണ് അച്ഛനമ്മയും പിന്നെ തിരക്കി നോക്കി ഈ ലോഡ്ജിൽ, നെയ്യാറ്റിൻകര ലോഡ്ജിൻ്റെ പേരെന്താ ഉണ്ട്, അവിടെ തിരക്കിയപ്പോൾ ഡേവിഡ് ഇവിടെ റൂമിലുണ്ട്, 20 നമ്പർ റൂമാണെന്ന് പറഞ്ഞു. ഇവർ പോയി പിന്നെ കഥ തട്ടിയപ്പോൾ അകത്തൂടെ ചെറുതായിട്ട് കുളത്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നില്ല എന്നുള്ള രീതിയിൽ കിടക്കുമായിരുന്നു. ലോഡ്ജിലെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതോറിറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ 6:15 പുള്ളി ഇത് റൂം ബുക്ക് ചെയ്തത്, കയറിയതും. അതിനുശേഷം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, വേറെ ആരും വന്നിട്ടില്ല എന്നാണ് ലോഡ്ജുകാർ പറയുന്നത്.